വെൽക്കം ബാക്ക് മല്ലൂസ് കഫേ. ഞാൻ ശ്രദ്ധ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തൊരു ബുന്തി റൈത്തയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു പഞ്ചാബി ഡിഷാണ്. വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റൈത്ത റെസിപ്പിയാണ്. 2-3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ അത് വേഗം റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ബൂന്തി റായിത്ത എങ്ങനെ വേഗം റെഡിയാക്കാമെന്നറിയണ്ടേ? അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടുന്നതെന്ന് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ബൂന്തിയാണ്. ഞാനിവിടെ ഒരു 50 ഗ്രാം ബൂന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിലും റെഡിയാക്കാവുന്നതാണ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചതാണ്. പിന്നെ വേണ്ടുന്നത് കുറച്ച് മല്ലിയില വേണം. പിന്നെ നോർത്ത് ഡിഷിലൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ജീരകം. അപ്പോൾ ഞാൻ കുറച്ച് ജീരകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എരിവിന് വേണ്ടി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിനകത്ത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് തൈരാണ്. അപ്പോൾ ഒരു 400 ഗ്രാം തൈര് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ ഇട്ടിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടുന്നത് ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ വേഗം ഒരു ബൂന്തി റൈത്ത സെറ്റാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ബൂന്തി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ തൈര് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എത്രയും തൈര് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഒരുപാട് തൈര് ഒടിഞ്ഞു പോകാനും പാടില്ല. അതുപോലെ തന്നെ തൈര് ഒരുപാട് കട്ടിയായിട്ടിരിക്കാനും പാടില്ല. ഈ ഒരു അളവിൽ വേണം നമുക്ക് തൈര് ഉടച്ചെടുക്കാൻ. തൈരൊക്കെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കുരുമുളക് പൊടി. അതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ചെയ്ത ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ഗ്ലാസ് ഫുള്ള് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഒരു 1/4 ഗ്ലാസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സിലേക്ക് നമുക്ക് ഈ ബൂന്തി ഇട്ട് കൊടുക്കാം. സാധാരണയായിട്ട് ബൂന്തി കുതിർത്തതിന് ശേഷമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു രീതി ഇഷ്ടമല്ലാത്തത് കാരണം ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്ത് ഞാനിതിവിടെ എടുത്തിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. അപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമേറിയ ബൂന്തി റായിത്ത ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പുലാവിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ ബാച്ചിലേഴ്സിന് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. താങ്ക്